നിക്ക്, ഇനി പറയ്, നീ എന്തിനാ അവൻ്റെ കൂടെ പോവാൻ സമ്മതിച്ചേ? അത് ഞാൻ അമ്മേ, അവളോടിപ്പോൾ ഒന്നും ചോദിക്കണ്ട. അവളിപ്പോൾ തീരെ ഓക്കെ അല്ല. അവളിപ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്ക്. താൻ വിഷമിക്കണ്ടോ, എല്ലാം ശരിയാവും. എനിക്കറിയാം, എന്നെ മനസ്സിലാക്കാൻ നീ കഴിഞ്ഞേ മറ്റാരും ഈ ലോകത്തുള്ളൂ എന്ന്. മോളെ, ഞാൻ ഉണ്ടാവും നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ കൂടെ, നിന്റെ അമ്മയായിട്ട്. എനിക്ക് ഈ ഒരു ഉറപ്പ് മാത്രം മതി, ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഈ ചായ ഒന്ന് അവർക്കുണ്ടായി കൊടുത്തേ. അമ്മ, എനിക്കും ചായ വേണമെങ്കിൽ എടുത്ത് കുടിക്കടി, കൂരിട്ടടക്കേ. ഈ തള്ള, നിങ്ങളെന്നെ തവിട് കൊടുത്ത് വല്ലതും വാങ്ങിച്ചാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. മഹേച്ച, ഇന്ന ചായ. അല്ല മഹേച്ച, ഇന്ന് ഓഫീസിലോട്ട് പോകുന്നില്ലേ? ഓ ഇല്ലടി പെണ്ണെ, ഇന്ന് ലീവ് എടുക്കാന്ന് വിചാരിച്ചു. ഇന്നിപ്പോ ഞായറാഴ്ചയും കൂടെ അല്ലേ. ഓഹോ, അങ്ങനെ, അത് നല്ലതാ. ഇന്നമിത് കേട്ടാ ചായ. ഓ താങ്ക് യു. ഒരു പെണ്ണ് കാണൽ ഫീലൊക്കെ ഉണ്ട്. അതിന് മാത്രം ഗതികേടൊന്നും അവൾക്കില്ല. ഓ ആയിക്കോട്ടെ തമ്പുരാട്ടി. ചായ. താനവിടെ ഒന്ന് നിന്ന്. ഇനി പറ, അന്ന് എന്തായിരുന്നു താൻ ആ നിലപാടിൽ നിൽക്കാനുണ്ടായ കാരണം? അതേ മോളെ, ഇനിയെങ്കിലും നീ അത് പറ. കേസിന്റെ ആവശ്യങ്ങൾക്ക് നമുക്ക് അതൊക്കെ ആവശ്യമുണ്ട്. മോളെ, നിനക്ക് എന്ത് തന്നെ ആയാലും ഞങ്ങളോട് തുറന്നു പറയാം. ഇനി നിനക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലടാ. മാനസ, കുറേയായി നീ ഇത് ചോദിക്കുമ്പോൾ പിടിതരാതെ നടക്കുന്നു. ഇനി അത് നടക്കില്ല. മര്യാദയ്ക്ക് പറയാൻ നോക്ക്. അത് പിന്നെ മാനസ, ഞാൻ പറയാം. അതിന് ആദ്യം തന്നെ ദൈവമേ മഹേശ്വരം എന്നോട് ക്ഷമിക്കണം. എന്താടാ മക്കളെ, നീ പറയേ. അത് ഞാനും മനവേട്ടനും ഇഷ്ടത്തിലായിരുന്നു പണ്ട്. അതിനെന്താ, ആ കാര്യം ഞങ്ങൾക്ക് അറിയുന്നതല്ലേ. എന്ത്? അതേന്നേ, അവൻ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോള് ബാക്കി പറയേ. അയാൾക്ക് എൻ്റെ മേളിലൊരു കണ്ണുണ്ടായിരുന്നു. ഞാൻ വളരും തോറും അയാൾക്ക് അതും വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ സഹികെട്ട് മാനവേട്ടൻ്റെ കാര്യം ഞാൻ ഒരിക്കൽ പറഞ്ഞു. അന്നു മുതൽ ഒരു ഭീഷണിയായിരുന്നു ഈ കുടുംബത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. ആദ്യമൊന്നും ഞാനത് കാര്യമാക്കി എടുത്തില്ല. പക്ഷേ അന്നൊരു ദിവസം മയ്യച്ചന് ആക്സിഡൻ്റ് ആയില്ലേ, അത് അയാൾ കാരണമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് വെറും വാക്കല്ല എന്ന്. എനിക്ക് പേടിയായിരുന്നു. അതാ ഞാൻ.
എടാ മനു, ഇത്രയും സീരിയസ് ആയ കാര്യമായിട്ടാണോ ഓടി പുല്ലേ നീ പറയാതെ മറച്ചു വെച്ചത്? എത്ര വട്ടം ഞാൻ നിന്നോട് വന്ന് ചോദിച്ചു. ഒരു വട്ടമെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ നിനക്ക്? എന്നാൽ ഇത് ഇത്ര വഷളാവുമായിരുന്നു? ശരി, അത് വിട്. ഇതിൻ്റെ ഇടയിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അല്ലെങ്കിലും ഇതൊക്കെ പറയാൻ ഞാൻ ആരാ അല്ലേ? മാനവേട്ട, ഒരു അന്ധനെ പോലെ നിന്നെ സ്നേഹിച്ചു. എന്നിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയതോ ഒരു 100,000 കുത്തുവാക്കുകൾ. നിന്റെ സ്നേഹത്തിന് മാത്രം ഞാൻ ഇത്ര കൊതിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറൊന്നും എനിക്ക് നിന്നിൽ നിന്ന് വേണ്ടായിരുന്നു. ദൈവമേ. ഏയ് മോളെ, കരയല്ലേ, സാരല്ല. ഞാൻ കാരണല്ലേ മാനവേട്ട ഇത്രയും വേദന സഹിക്കുന്നേ. ഏയ് അല്ലടാ, ഇതൊന്നും നീ അറിഞ്ഞോണ്ടല്ലോ, പിന്നെന്താ? എന്നാലും ഇല്ല. അവൻ നിന്റെ കാര്യത്ത് ഓവർ പ്രൊട്ടക്റ്റീവ് ആയോണ്ടാണ് ഇതെല്ലാം അപ്പം നിന്നോട് പറഞ്ഞേ, അല്ലാതെ നിന്നോട് ദേഷ്യപ്പെട്ടതൊന്നല്ല. അങ്ങനെ ആയിരിക്കും. ആണെന്നേ. അവനൊന്ന് നോക്കിയായിട്ട് നീ അവനോട് പോയെന്ന് സംസാരിക്കേ, കേട്ടോ? എന്റെ മോൾക്ക് തോന്നിയോ നിന്നെ ആ സ്ഥാനത്ത് ഞങ്ങൾ കാണില്ലെന്ന്? അത് മഹേജ. പോട്ടെ, സാരല്ല. നീ പോയെന്ന് റെസ്റ്റ് എടുക്ക്. മിതേട്ടാ. എന്താടാ? മാനവേട്ടൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട കേട്ടോ. നീയൊന്ന് നിന്റെ മനസ്സിലെ പ്രണയത്തെ തന്നെ ഒന്ന് അളന്നു നോക്ക്, അപ്പോൾ നിനക്ക് ഉത്തരം കിട്ടും. അവൾക്ക് സങ്കടമായി കാണുമോ? പക്ഷെ അതിനവൾ അർഹയല്ലേ? ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം അവൾക്ക് എങ്ങനെ മറച്ചു വയ്ക്കാൻ തോന്നി? അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? പക്ഷേ തല്ലണ്ടായിരുന്നു. അത് ശരിയാ, അത് വേണ്ടായിരുന്നു. നീ ഓക്കെ അല്ലേ? ആടാ, എനിക്ക് പെട്ടെന്ന് സങ്കടവും ദേഷ്യമൊക്കെ കൂടെ വന്നപ്പോൾ അതാ ഞാൻ. അത് സാരല്ല, നീ അവളോടൊന്ന് സംസാരിക്കാൻ നോക്ക്, അത് മതി. എന്തായാലും ഇന്നിങ്ങനെ പോവട്ടെ. എടാ പാവടാ, നല്ല കരച്ചിലാ പെണ്ണ്. എന്തായാലും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ ഒന്ന് റെസ്റ്റ് എടുക്കുക കുറച്ചു നേരം. ആടാ. ഞാനൊന്ന് എൻ്റെ വീട്ടിൽ പോയി വന്നപ്പോഴേക്ക് എന്തൊക്കെയാ സംഭവിച്ചേ? അതിനു മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ സ്നേഹേ. എന്നാലും മാനവേട്ട, അത് പിന്നെ നമുക്കൊന്ന് സംസാരിച്ചാലോ? ഹേയ് മാനവ്, ഇങ്ങോട്ട് വാ. ആടാ, ഇതാ വരുന്നു. എന്നോടൊന്ന് മിണ്ടാൻ പോലും നിൽക്കുന്നില്ലല്ലോ. ആ സ്നേഹ, താൻ നാളെ പോവുകയല്ലേ? അതേ മാനവ്, എനിക്ക് ഇവിടം വിട്ടും തന്നെ വിട്ടും പോകണമെന്നേ ഇല്ല. സ്നേഹ, ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം. തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രം കാണുന്നുള്ളൂ. താനും അതുപോലെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. മാനവ്, അത് പിന്നെ എന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ നേരത്തെ പോകും. സോ ഇപ്പം തന്നെ ഞാൻ ഇറങ്ങാം. ആണോ? എന്നാ ഇറങ്ങിക്കോ, ഇപ്പം തന്നെ ഇരുട്ടിയല്ലോ. എന്നാ ശരി, രാത്രി യാത്രയില്ല. ആടാ, സൂക്ഷിച്ചു പോയിട്ട് വാ.
ആ ഇതാര് മാനസയോ? ഉറങ്ങിയില്ലേ മോളെ? ഇല്ല മിതുവേട്ടാ, ഞാൻ നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നുണ്ടപ്പോൾ വന്നതാ. എടാ ഞാൻ കിടക്കാൻ പോവാ. ശരി. ഇവനിത് എന്താടാ? അയ്യേ കരയല്ലേ. അവൻ്റെ കാര്യമൊക്കെ നാളെ ശരിയായിക്കോളും. നീ പോയി കിടക്കാൻ നോക്ക്. ഒന്നും ആലോചിച്ചു കൂട്ടണ്ട കേട്ടോ. എൻ്റെ ഭഗവാനെ, ഇതൊന്ന് വേഗം സെറ്റ് ആവണേ. അവര് മാത്രം സെറ്റായാ മതിയോ? ആ ആരപ്പ ഇത്? ആ ഇപ്പൊ ആരാന്നൊക്കെ ചോദിക്കും. നമ്മളെ ആർക്കും മൈൻഡ് ഇല്ലല്ലോ. അയ്യേ കുശുമ്പാടോടി നിനക്ക്. തീരെ ചേരുന്നില്ല കേട്ടോ. പോടാ. അയ്യോ എൻ്റെ കുട്ടി പിണങ്ങിയോ? പോ, എൻ്റെ അടുത്തോട്ട് വരണ്ട. ഞാൻ വരും. മാറടാ പട്ടി. പട്ടി നിന്റെ അച്ഛൻ. ആടാ, ഇനി എന്റെ നെഞ്ചത്തോട്ടിട്. അയ്യോ എടി നിന്റെ അച്ഛൻ. ശുഭം. ഞാൻ പോയിട്ടെന്നാല്. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനങ്ങോട്ട്. എങ്ങോട്ട്? എൻ്റെ റൂമിലോട്ട്. അതാ നിനക്ക് നല്ലത്. അപ്പൊ ഓക്കെ, ബൈ. ഇതില് തീരുമാനാക്കണം. ആദ്യം അതൊന്ന് കഴിയട്ടെ. നീയൊന്ന് നിന്റെ മനസ്സിലെ പ്രണയത്തിൽ തന്നെ നടന്നു നോക്കാം. അപ്പൊ നിനക്ക് ഉത്തരം കിട്ടും. അത് അളന്നു നോക്കാൻ പോലും കഴിയാത്ത ഒന്നാണെന്ന് ഞാൻ എങ്ങനെ നിങ്ങളോടൊക്കെ പറയും? യെസ്, ഹീ സംതിങ് സ്പെഷ്യൽ ടു മീ. ബട്ട് ആർക്കും തന്നെ ഇഷ്ടമല്ലല്ലോ. പക്ഷെ എനിക്ക് നിങ്ങളോട് സ്നേഹം കൂടിക്കൊണ്ടിരിക്കുക മനുഷ്യ. തന്നെ പോയി വളച്ചോ എൻ്റെ മോനെ. നിങ്ങളൊക്കെ ഒരു തള്ളയാണോ തള്ളേ? താങ്ക് യു. അല്ലാതെ വേറെ എന്ത് വഴിയാ ഉള്ളേ തമ്പുരാട്ടി? ആവോ, എനിക്കറിയില്ല. കഴിവില്ലെങ്കിൽ പോയി തരത്തി പോയി കളിക്കടി. ബ്ലഡി തള്ള. അതെ അതെ, പന്നത്തള്ള. നിങ്ങൾ രണ്ടുപേർക്കൊന്നും ഫുഡില്ല, ഇറങ്ങിപ്പോടി എൻ്റെ അടുക്കളയിൽ നിന്ന്. മമ്മി നോ, അത്രക്കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു ദൈവമാ. നീ പോടർക്ക. നീ ആരടാ? ഐ ശരി, ഇപ്പൊ ഇങ്ങനെ ആയോ? എന്താ അമ്മ എന്നെ വിളിച്ച? ആ സമയത്ത് ഞാൻ മീറ്റിംഗിലായിരുന്നു. ഇന്ന് കേറിയല്ലേ ഉള്ളു ഓഫീസിൽ. ആ നീ വന്നോ? അയ്യോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അത് ഞാൻ മാനസിക പനി കൂടിയപ്പോഴേ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അപ്പം വിളിച്ചതാ.
അവക്ക് പെട്ടെന്ന് എന്താ ഇപ്പൊ ഓക്കെ അല്ലേ? ആടാ കുഴപ്പമില്ല. അത് നേരെ ഫുഡ് കഴിക്കാത്തതിൻ്റെയും പിന്നെ ഇന്നലെ മഴ പെയ്തപ്പോൾ പാതിരാത്രി അവള് അതും ഇറങ്ങിക്കൊണ്ടണം അതിൻ്റെ ഒക്കെയാണെന്നാ പറഞ്ഞേ. മാനവേട്ട പ്ലീസ്, എനിക്ക് പറ്റണില്ല, എന്നോടൊന്ന് ക്ഷമിക്ക്. അതിന് നീ എന്ത് ചെയ്തിട്ടാ നിന്നോട് ഞാൻ ക്ഷമിക്കണ്ടേ? ഞാനല്ലേ ചെയ്തത് മൊത്തവും. മാനവേട്ട സോറി, ഞാൻ ഇനി എങ്ങനെയാ നിങ്ങളോട് ഇത് പറയണ്ടേ? എടാ മതിയെടാ, ക്ഷമിച്ചേക്ക്. ശരി. അപ്പോ ക്ഷമിച്ചോ? ശരിക്കും? എന്താ എന്താ നിനക്ക് സമയത്തിന് ഫുഡ് കഴിച്ചാ? എന്നെ നോക്കണ്ട. നിന്നോടാ ചോദിക്കണേ മാനസേ. ഞാനൊക്കെ കഴിക്കലുണ്ട്. ഓ, അപ്പോൾ ഡോക്ടർ കള്ളം പറഞ്ഞതായിരിക്കും അല്ലേ? ആയിരിക്കും. ദേ ഒന്നും കൂടി തന്നോണ്ടല്ലോ. അതും പോരാതെ അവള് മഴ കാണാത്ത പോലെ മഴയത്ത് ഇറങ്ങി നിന്നു. ചിരിക്കല്ലേ. എന്നെ ചീത്ത പറയാൻ വേണ്ടി മിണ്ടിയതാണോ? അതെ അതേ തന്നെ കൂട്ടിക്കോ. എടാ മതിയെടാ പാവം. അതെ അതെ പാവം. എന്താടോ തനിക്കൊരു പുച്ഛ എന്നോട്? നിന്റെ സ്വഭാവ ഗുണം കൊണ്ട്. മതി, നിർത്തിക്കോ രണ്ടാളും. ഞാനല്ല ദേവമ്മ, ഇവനാ. ഇവനും അവനൊക്കെ നിന്റെ മറ്റവനെ പോയി വിളിച്ചാ മതി. അതിനെന്നെ വിളിച്ച. എന്തെങ്കിലും പറയണെങ്കിൽ മുഖത്ത് നോക്കി പറയടി. ദേവമ്മ, മഹേച്ച. അത് പിന്നെ ഇങ്ങനെ ഞാൻ സ്നേഹിച്ചോട്ടെ. എനിക്ക് അത്ര ഇഷ്ടമായോണ്ട എനിക്ക് പറ്റണില്ല മനസ്സിനെ തളയ്ക്കാൻ. അതുകൊണ്ട് ഞാൻ എടുത്തോട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ മനസ്സുകൊണ്ട് എന്നെ ഇതിന് തുടക്കം കുറിച്ചതാ. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതെ, ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോ എന്റെ സമ്മതം ആർക്കും അറിയണ്ടേ? ഇവക്ക് എന്തൊരു ജാടയായിരുന്നറിയോ അന്ന് ഞാൻ ഇവളോട് ഈ കാര്യം പറഞ്ഞപ്പോ? അതിന് തേങ്ങാ കൊല. പോടാ. നീ അന്ന് എന്താ പറഞ്ഞേ? എന്നെ അറിയില്ലാന്ന് അല്ലേ? അതെ. എല്ലാരും ഒന്ന് പുറത്തോട്ട് പോയേ. എന്തിന്? ഞാൻ ഇവക്ക് എന്നെ ഒന്ന് അറിയിച്ചു കൊടുക്കട്ടെ. ഇന്നാല് എല്ലാരും ഇറങ്ങിക്ക. അതെന്താ മനുഷ്യ അങ്ങനെ? നിനക്കത് ഞാന് നമ്മുടെ റൂമിൽ നിന്ന് വിശദമായി പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങോട്ട് വാ. അയ്യേ, വയസ്സാം കാലത്ത് ഓരോരോ. മോളെ, എന്താ അച്ഛാ? ഇനി മുതലേ നീ ഞങ്ങളുടെ റൂമിൽ കിടന്നാ മതി കേട്ടോ. ഐഷ്, തന്ത ചാമ്പി ഒട്ടിച്ചു തേങ്ങ വേണ്ടായിരുന്നു. മോനെ മിഥുനെ, നിന്നെ ഒന്ന് എനിക്ക് നേരെ കാണണം കേട്ടോ. ഓ, അതിനെന്താ മഹീച്ച? കയ്യോടെ പൊക്കിയെന്നാ തോന്നുന്നേ. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. എന്താ ഇങ്ങനെ നോക്കണേ? എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ?
ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പിടുത്തി തരാം. മനവേട്ട വേണ്ട. വേണ്ടേ? വേണ്ട. എന്ത് വേണം. അത് പിന്നെ എനിക്കറിയാലോ. ഇങ്ങോട്ട് പാടി. ഞാൻ എത്ര കൊതിച്ചിരുന്നു എന്നറിയോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി. അത്രയ്ക്കും എന്നെ ഇഷ്ടമാണ്. ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ആഗ്രഹിക്കുന്നുണ്ട്, നിന്നെ കൊതിക്കുന്നുണ്ട്. നിന്നെ ഓരോ നിമിഷം കാണുമ്പോഴും നിന്നിലായി ഞാൻ അലിഞ്ഞു ലയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എങ്ങനെ ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യ നിങ്ങൾക്ക്? കുറേ കുത്തി നോവിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ. ഇഷ്ടമല്ലെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞാൻ പിന്നെ എങ്ങനെയാ? നിനക്കറിയോ, നിന്റെ ഒരു അവയവത്തിന് മാത്രം എന്നോട് കള്ളം പറയാനാവില്ല. അതെന്താ? നിന്റെ ഈ മയിൽപ്പീലി പോലുള്ള ഈ കണ്ണുകൾക്ക്. നീ എത്രയൊക്കെ കള്ളം പറഞ്ഞാലും ഈ മിഴികൾ എന്നോട് പറയുന്നത് മറ്റെന്തോ ആയിരുന്നു. എന്താടി ചിന്നുങ്ങെന്ന്? എനിക്ക് നാണം വരുന്ന മനുഷ്യ. അതൊക്കെ ഉണ്ടോ തമ്പുരാട്ടിക്ക്? പോടാം. നിന്റെ നാണമായാലും സ്നേഹമായാലും കാമമായാലും അതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. നിർത്ത്. അയ്യോട്ടോ, നാണം കവിഞ്ഞൊഴുകുന്നുണ്ടല്ലോ. അങ്ങനെ അവരുടെ കാര്യത്തൊരു തീരുമാനമായി അല്ലേ? അതെ, എന്തോ എനിക്ക് സന്തോഷം കൊണ്ട് വല്ലാതെ മനസ്സ് നിറഞ്ഞു ആ നിമിഷം. എന്നാൽ ആ മനസ്സിലെ സന്തോഷം കവിഞ്ഞൊഴുകാൻ ഞാൻ സഹായിക്കട്ടെ? ഓ, വേണമെന്നില്ല. അങ്ങനെ പറയല്ലേ. പറയും. ഇങ്ങോട്ട് വാടി. വേണ്ട, അച്ഛനെങ്ങാനും കാണും. കണ്ടോട്ടെ, അങ്ങേരോട് പോവാൻ പറയും. എന്നാ വേഗം ആയിക്കോട്ടെ, എല്ലാം ഞാൻ ഇരുന്ന് കണ്ടോളാം. സ്തോത്രം. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അവൻ ഇറങ്ങിക്കോളും രാത്രി ആയാല്. കിണിക്കല്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് രണ്ടും കൂടെ. ആ ശരി മഹേജ. നീ എങ്ങോട്ടാ അവളുടെ ബാക്കില്? അല്ല, മഹിയച്ചനല്ലേ പറഞ്ഞേ രണ്ടും കൂടെ ഉറങ്ങാൻ നോക്കുന്നു, അതുകൊണ്ട് അവളുടെ കൂടെ. നിന്റെ റൂമിൽ പോയി കിടന്നുറങ്ങടാ നാറി. അതെ, എണീക്ക്. എന്താ മനുഷ്യ പാതിരാത്രിക്ക്? ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഇനി ഞാൻ ഉറങ്ങട്ടെ. ഉറങ്ങല്ലേ? ഓ, ഇങ്ങേരെ കൊണ്ട് കുറച്ചു നേരം മുൻപ് വരെ കൊഞ്ചി ഇപ്പോഴൊന്ന് മനുഷ്യൻ കിടന്നുറങ്ങണേ. ഓ പിന്നെ ഞാനാണല്ലോ കൊഞ്ചി വന്നേ. അത് വീട് എന്താ കാര്യം പറയേ? ഒരു സർപ്രൈസ് തട്ടെ. എന്ത് സർപ്രൈസ്? ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ ടു യു. അത്രയ്ക്ക് പവറുള്ള സാധന? യെസ്. എന്നാ ഓക്കെ. കണ്ണടക്കി. തന്താനേ 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 നാടേ തന്താനേ നാ
ഹാപ്പി. ഇനി നമുക്ക് കിടക്കാം. അതിന് ശരിക്കുള്ള സർപ്രൈസ് ഞാൻ കാട്ടി തന്നിട്ടില്ലല്ലോ. ഓഹോ, ഇന്ന് കാട്ടിത്താം. ക്ലോസ് യുവർ ഐസ്. ഓക്കെ. ഓപ്പൺ. ഹലോ പൊന്നി, അമ്മയാണ്. ഇത് നീ കാണുന്ന സമയത്ത് അമ്മ ഇവിടെ വിട്ട് പോയിട്ടുണ്ടാവും. എൻ്റെ പൊന്നുമോളെന്നെ ഒരു കുറവും കൂടാതെ നോക്കിയേ. എന്നമ്മ അഭിമാനത്തോടു കൂടി എവിടെ നിന്ന് വേണമെങ്കിലും പറയും. നിന്നെപ്പോലൊരു മോളെ കിട്ടിയതിൽ ഞാൻ എന്ത് പുണ്യമാണാവോ കഴിഞ്ഞ ജന്മത്തെ ചെയ്തത്. അതേപോലെ ഇപ്പതാ ഒരു പൊന്നു പോലത്തെ ഒരു മോനെ കൂടി ദൈവം എനിക്ക് തന്നു. ഇത് മതിയടാ അമ്മയ്ക്ക്. അമ്മ ഹാപ്പിയാണ്. എൻ്റെ മോൾ എന്നെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടണ്ട. എനിക്ക് അറിയാം അതിനൊരു അവസരം ആ വീട്ടിലുള്ളവർ തരിക എന്ന്. ദൈവം പണ്ടൊക്കെ പറയുമായിരുന്നു, എൻ്റെ മക്കൾ എന്നൊന്നും നമ്മുടെ ഇടയിൽ വേണ്ടെന്ന്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് നിന്നെ. ഇത് കാണുന്ന ദിവസം നീ പിറന്ന നാളായിരിക്കും. അമ്മൻ്റെ പൊന്നിന് പിറന്നാൾ ആശംസകൾ. അമ്മയ്ക്ക് ഒരു രൂപമില്ലെന്നേ ഉള്ളൂ. അമ്മ ഇപ്പോഴും എൻ്റെ പൊന്നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ എന്നല്ല, എപ്പോഴും ഉമ്മ. അമ്മ. മനസ്സ. ഏട്ടാ, എൻ്റെ അമ്മ. മോളെ കരയല്ലടാ, അത് കാണുന്ന അമ്മയ്ക്കും സങ്കടാവല്ലേ ഉള്ളൂ. ഇതൊക്കെ എപ്പോൾ എടുത്തു? അത് അന്നൊരു ദിവസം എടുത്തതാ. എൻ്റെ അമ്മ സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ മാനവേട്ട? പിന്നല്ലാതെ ഇപ്പൊ അമ്മന്റെ പൊന്നിവിടെ വന്ന് കിടന്ന് നാളെ അമ്പലത്തിൽ പോകാനുള്ളതാ. വന്നോ നിങ്ങള്? ആ അമ്മേ, ഇതെന്താ രാവിലെ തന്നെ പായസോ? അതെ, എൻ്റെ പൊന്നിൻ്റെ പിറന്നാളല്ലേ. ഏട്ടാ എന്തുവാടി? എനിക്ക് ഇങ്ങനെ കല്യാണം കഴിക്കണ്ട. ഓ പിന്നെ എനിക്ക് പിന്നെ മുട്ടി നിൽക്കുകയാണല്ലോ നിന്നെ കിട്ടാൻ. മുട്ടിയാലും മുട്ടിയില്ലെങ്കിൽ ആ സാധനത്തിന് നീ തന്നെ കിട്ടും. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഏട്ടാ. എന്താണ് പൊന്നെ? അയ്യോ, തേനും പോലെ ഒലിക്കുന്നു. നിനക്ക് കുശുമ്പല്ലേടി, കുശുമ്പി പാറു. ഒന്ന് പോടി, എനിക്ക് എൻ്റെ ഏട്ടനുണ്ട്. ഏട്ടാ. എന്താണ് ചക്കരെ, അവരുടെ അടുത്ത് പോവാൻ പറയും. ഏട്ടൻ്റെ കുഞ്ഞിന് ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് തരാവേ. മഹേച്ചന്റെ മോൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി മഹേച്ച. എനിക്കതിൽ കൂടുതൽ ഒന്നും വേണ്ട. അച്ഛനായി മഹേച്ചനും അമ്മയായി ദൈവമ്മയും. ഓ, ഈ പെണ്ണ് ഇമോഷണൽ ആക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞിറങ്ങിക്കോളും രാവിലെ തന്നെ. ഓയ് എൻ്റെ സുന്ദരിക്ക് എൻ്റെ വകൊന്നും വേണ്ടേ ബർത്ത്ഡേ ആയിട്ട്? ഇനി എന്താ? അതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വാടി. ആ കാലിങ്ങോട്ട് നീട്ടിക്കേ. ഇപ്പോഴും ഓർമ്മയുണ്ടോ ഞാൻ ഡാൻസ് കളിക്കുന്നത്? പിന്നല്ലാതെ നിന്റെ നൃത്ത ചുവടുകൾ മറക്കാൻ കഴിയുമോ?